ഗേൾസിന് മാത്രമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കോളേജുകളുണ്ടോ? കുറച്ചധികം കോളേജുകളുണ്ട്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ദി ബെസ്റ്റ് ഗേൾസ് ഓൺലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ചാണ്. ബെസ്റ്റ് മീൻസ് the number 1 college in India under NIRF ranking in 5 consecutive years. NAC grade A+ with CGPA 3.61 and DPT Star College. സയൻസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനായി തുടങ്ങിയ ഗവൺമെൻറ് സ്കീമാണ് സ്റ്റാർ കോളേജ്. അപ്പോൾ കോളേജ് ഏതാണെന്നല്ലേ? മിറാൻഡ ഹൗസ്. ഹലോ, നമസ്തേ, നമസ്കാരം. ദിസ് ഈസ് ഫെമിന ഫ്രം Prepwise. നമ്മുടെ കണ്ടിന്യൂസ് കരിയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളെയും ഒക്കെ തന്നെ ഡീറ്റെയിൽഡായി കവർ ചെയ്യുന്ന ദില്ലി ചലോ എന്ന സീരീസിലെ വേറൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മിറാൻഡ ഹൗസ് ഇത്രത്തോളം ഗേൾസിന് പ്രിയമാവുന്നത് നമുക്ക് നോക്കാം. क्या आप इतने लोगों के कंबाइंड इंटेलिजेंस को क्वेश्चन कर रहे हैं टू अंडरस्टैंड एंड इंटरप्रेट अ लॉ? നേഷൻ ബിൽഡിംഗിലും ലീഡർഷിപ്പിലും എല്ലാം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്ക് റോൾ ഉണ്ട് എന്നും അതിന് ക്വാളിറ്റി ഉള്ള ഹയർ എഡ്യൂക്കേഷൻ ആണ് വഴിയെന്നും അതിനു വേണ്ടിയാണ് മിറാൻഡ ഹൗസ് നിലകൊള്ളുന്നത് എന്നും കോളേജിന്റെ സ്റ്റേറ്റഡ് മിഷനിൽ പറയുന്നതായി നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇതിന്റെ സാക്ഷാത്കാരം എന്നോണം മിറണ്ടയുടെ അലൂമിനി നെറ്റ്വർക്ക് ഒന്ന് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. മിറാൻഡ ഹൗസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഡിസ്റ്റിംഗ്വിഷ്ഡ് അലൂമിനി എന്ന ടൈറ്റിൽ ചെയ്തിട്ടുള്ള പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നോക്കൂ, ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള പത്മ അവാർഡ്സ്, അതായത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുള്ള കുറെ പേരുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ലേറ്റ് ഷീല ദീക്ഷിത്, ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി, ബൃന്ദ കാരാട്ട്, ഫേമസ് ഫിലിം മേക്കർ മീര നായർ, സ്വര ഭാസ്കർ, ഉർവശി ബുട്ടാലിയ, ഇങ്ങനെ മിറണ്ടയിൽ പഠിച്ച പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ +2 ശേഷം ആർട്സ് ആൻഡ് സയൻസിൽ ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ഏതൊരാളും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ കോളേജ്. ഈ കാണുന്നതാണ് മിറാൻഡ ഹൗസിന്റെ മെയിൻ ഗേറ്റ്. DUവിലെ നോർത്ത് ക്യാമ്പസിന്റെ ഏറ്റവും കേന്ദ്ര സ്ഥലത്താണ് നമ്മുടെ മിറാൻഡ സിറ്റുവേറ്റ് ചെയ്യുന്നത്. വിശ്വവിദ്യാലയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 3 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരു 800 മീറ്റർ. 1948 33 സ്റ്റുഡൻസിനെ വെച്ച് തുടങ്ങിയ ഈ കോളേജിന് എന്തുകൊണ്ടാണ് മിറാൻഡ എന്ന പേര് വന്ന് നിങ്ങൾക്കറിയാമോ? അന്നത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന മോറിസ് ഗ്വയർ എന്ന ബ്രിട്ടീഷ് ലോയർ ഇതിനെക്കുറിച്ച് 3 കാരണങ്ങളാണ് പറയുന്നത്. അതായത് 1, അയാളുടെ മകളുടെ പേര് മിറാൻഡ എന്നായിരുന്നു. 2, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ഫേവറേറ്റ് ആക്ട്രസിന്റെ പേര് കാർമൻ മിറാൻഡ എന്നായിരുന്നു. മറ്റൊരു കാരണം പറയുന്നത് നമ്മുടെ ഷേക്സ്പിയറിന്റെ ദ ടെംപെസ്റ്റ് എന്ന പ്ലേയിലെ ഒരു ക്യാരക്ടറുടെ പേരും മിറാൻഡ എന്നായിരുന്നു. അദ്ദേഹം പറയുന്നത് ആ ക്യാരക്ടർ ഒരു ഐഡിയൽ ലേഡി എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തരുന്നു എന്നാണ്. ആ കാലത്തെ കൊളോണിയൽ ആർക്കിടെക്ചർ തന്നെയാണ് മിറാൻഡയുടേതും. മറ്റു കോളേജുകളുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോളേജ് മെയിൻ ബ്ലോക്ക് ആണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഹോസ്റ്റൽ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല മെയിൻ്റെനൻസും അതോടൊപ്പം തന്നെ നല്ല സൗകര്യം കൂടെ ഉള്ളതാണ്. നമുക്ക് കോളേജിന്റെ ഒരു ഗ്ലിംസ് ഒന്ന് ഓടിച്ചു കാണാം. ഈ കാണുന്ന മനോഹരമായ സ്ഥലമുണ്ടല്ലോ, ഇതാണ് ഹോസ്റ്റൽ പ്രിമൈസ്. മിറാൻഡ ഹൗസ് പേര് പോലെ തന്നെ വളരെ മികച്ച അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്.
എ ഹോം അവേ ഫ്രം ഹോം. മെറിറ്റ് ബേസിസിലാണ് ഹോസ്റ്റൽ അഡ്മിഷൻ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും നിശ്ചിത സീറ്റുകളുണ്ട്. ട്വിൻ ഷെയറിംഗിലുള്ള ഫുള്ളി ഫേർണിഷ്ഡ് ആയ റൂംസ്, അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ പ്രിമൈസസ്. പിന്നെ ഏറ്റവും രസമുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ദ ലോങ് കോറിഡോർസ്, അതുപോലെ തന്നെ ദ ഡൈനിങ് ഹാൾസ് വിത്ത് ഹൈ ആർട്ട് സീലിംഗ്സ് ആൻഡ് ദ സ്റ്റോൺ വർക്ക് ബാൽക്കണീസ്. അങ്ങനെ ഒരുപാട് രസകരമായ സ്ഥലങ്ങളും കൂടെ ഉണ്ട് അവിടെ. അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് സയൻസസ് ഡൊമൈൻസിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. UG ആൻഡ് PG അതേപോലെ മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 12th കഴിഞ്ഞിട്ട് ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാംസുകൾ നമുക്കിവിടെ പഠിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് കോഴ്സുകളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഉള്ളത് ഓണേഴ്സ് കോഴ്സസും അതുപോലെ തന്നെ പ്രോഗ്രാം കോഴ്സസുകളാണുള്ളത്. BA പ്രോഗ്രാംസ്, അതായത് 2 സബ്ജക്ട്സ് കമ്പൈൻഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 സബ്ജക്ട്സും ഇവിടെ പഠിക്കാൻ കഴിയും. പിന്നെ വരുന്നതാണ് നമ്മുടെ BA ഓണേഴ്സ്. അപ്പോൾ ഇതിലിപ്പം ഒരുപാടുണ്ട്. ഇപ്പോൾ ബംഗാളി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സോഷ്യോളജി, അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഒരുപാട് സബ്ജക്ട്സ് അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് BSc ഓണേഴ്സ് ആണ്. അതിൽ നമുക്ക് ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണ് വരുന്നത്. പിന്നെ നമുക്ക് BSc ഇൻ ലൈഫ് സയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 3 ഡൊമൈൻസിലായിട്ടാണ് നിങ്ങൾക്കത് പഠിക്കാൻ കഴിയുക. കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടണി, പിന്നെ നമ്മുടെ സുവോളജി, പിന്നെ BSc ഇൻ ഫിസിക്കൽ സയൻസിൽ വരുന്നുണ്ട്. ഇതിലും വീണ്ടും 3 ഡൊമൈൻസ് ആണുള്ളത്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, പിന്നെ ഉള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. പിന്നെ ഉള്ളത് ബാച്ചിലേഴ്സ് ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ, അക്കാഡമിക്സ്, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ വളരെ ആക്റ്റീവായ ഒരു സ്റ്റുഡൻറ് ലൈഫ് കൂടെ ഉണ്ട്. 20-ലധികം ലിസ്റ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ ആക്റ്റീവായ NSS, NCC യൂണിറ്റുകൾ, പിന്നെ സെപ്പറേറ്റ് സെൽസ് ഫോർ ഇന്റേൺഷിപ്സ് ആൻഡ് പ്ലേസ്മെന്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ പ്രിൻസിപ്പൽ പേട്രൺ ആയിട്ടുള്ള ആക്റ്റീവ് സ്റ്റുഡൻറ് യൂണിയൻ. ഇങ്ങനെ ഇടപെടാൻ മാത്രമുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സും പ്ലാറ്റ്ഫോംസും ഇവിടെയുണ്ട്. ടെംപെസ്റ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് ഷേക്സ്പിയറിന്റെ ടെംപെസ്റ്റ് എന്ന പ്ലേയിലെ ക്യാരക്ടറാണ് മിറാൻഡ എന്നൊക്കെ പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ആനുവൽ ഫെസ്റ്റിന്റെയും പേര്, ദി ടെംപെസ്റ്റ്. ക്യാമ്പസിലെ മോസ്റ്റ് അവൈറ്റഡ് കൾച്ചറൽ ഇവന്റ് ആണ് ദി ടെംപെസ്റ്റ്. ടെംപെസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫെസ്റ്റ്, ഇറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് വാട്ട് വിമൻ ക്യാൻ ഡു ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. വിവിധ കോളേജസിൽ നിന്നും സ്റ്റുഡൻസ് ഒക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് കൾച്ചറൽ ഇവന്റ്സും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫെസ്റ്റാണ് ഈ ടെംപെസ്റ്റ്. ഡാൻസ് പെർഫോമൻസസ്, DJ നൈറ്റ്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് കുറച്ച് കണ്ടു നോക്കാം. അക്കാഡമിക്സ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസിലെയും മികവാണ് മിറാൻഡയെ നമ്പർ 1 ആക്കുന്നത്. ഇതോടൊപ്പം 2 ഏരിയാസിലും കൂടെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അപ്പം ഒന്നാമത്തേത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിനെ കുറിച്ചാണ്. വിവിധ വിഷയങ്ങളിൽ, അതായത് UG ആൻഡ് PGയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടേതായ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ ജോലി നേടുന്നതിന് ഒരു കൃത്യമായ ഒരു പ്ലേസ്മെന്റ് സെല്ല് തന്നെ കോളേജസിലുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും ഈ കാണുന്ന കമ്പനീസിലൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ഹയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗേൾസ് ഓൺലി കോളേജസ് ആണെങ്കിലും ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന് വരുന്ന ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അവർക്ക് അവരുടെ കരിയറും അതുപോലെ അക്കാഡമിക്സിനും ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനായി ഇവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ, ഇനേബിളിംഗ് സൊസൈറ്റി സെൽ, വിമൻ ഡെവലപ്മെന്റ് സെൽ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻറ് സെൽ ഒക്കെ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനൊക്കെ തന്നെ മെറിറ്റ് ആൻഡ് മീൻസ് ബേസിസിൽ ഇവിടെ സ്കോളർഷിപ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ വിശദമായി മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് ഏതൊരു കോളേജിന്റെയും വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം വെബ്സൈറ്റിൽ പോയിട്ട് കൃത്യമായി നാവിഗേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതാ കമൻറ്റ് ബോക്സ് താഴത്തുണ്ട്, നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് Q&A സെഷൻ വെക്കുന്നുണ്ട്. അപ്പം ഓരോ സെഷൻ്റെയും ശേഷം നമ്മൾ എല്ലാ കമൻസും കമ്പൈൽ ചെയ്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതാ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രിപ്വൈസിൻ്റെ ടീം അത് കൃത്യമായി നോക്കുന്നതായിരിക്കും. അപ്പോൾ ചിലർക്കെങ്കിലും മിറാണ്ട ഹൗസിൽ പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വരുന്നില്ലേ? അപ്പോൾ അതിന് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. ഈ വരുന്ന വർഷം മുതൽ, അതായത് 2022 മുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കോളേജിലേക്കുമുള്ള അഡ്മിഷൻ നമ്മുടെ CUCET അടിസ്ഥാനത്തിലായിരിക്കും. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പം മുൻപൊക്കെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം നിങ്ങളൊക്കെ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ തന്നെ ഈ അടുത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എൻട്രൻസ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കോളേജിൽ, അതായത് നമ്മുടെ ഡ്രീം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിപ്വൈസിൻ്റെ ടീം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CUCET. അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. CUCET സിലബസ് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. പിന്നെ നമുക്കിവിടെ ഉള്ളത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. അപ്പം ഏതൊരു എൻട്രൻസ് ആണെങ്കിലും ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ്. അപ്പം 5000-ലധികം ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ CUCET ഭാഗമായിട്ട് സോൾവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിനായി വളരെ അടിപൊളിയായിട്ടുള്ള മെന്റേഴ്സ് ആണ് ഉള്ളത്. അടിപൊളി മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി നമ്മളെ മെന്റേഴ്സ് ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രിപ്വൈസിന്റെ CUCET കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴിയും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോർ വഴിയും നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇതാ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് അതിൽ നോക്കാം, ചെക്ക് ദാറ്റ് ഔട്ട്. പിന്നെ നിങ്ങൾക്ക് CUCET കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം, യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും കോളേജസിനെ കുറിച്ചിട്ടും കോഴ്സസിനെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എന്നും കാണുക. ലൈക്ക് വി ആർ ഫ്രീക്വൻലി അപ്ലോഡിങ് മോർ വീഡിയോസ് അബൌട്ട് ഇറ്റ്. അപ്പം അത് കാണാൻ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു അടിപൊളി കോളേജുമായി വരുന്നത് വരെ ദിസ് ഈസ് ഫെമിന സൈനിങ് ഓഫ്.